വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. അപ്പോൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ വരുന്ന ജൂൺ 30 വരുവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്യുമായിരിക്കും. കുറേ പേർക്ക് ഐഡിയാസ് ഉണ്ടാവില്ല ക്ലാസ്സിനെ പറ്റിയിട്ട്, എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവാത്ത കുട്ടികളുണ്ടായിരിക്കും. സോ എല്ലാവരും നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു MCQ ഡിസ്കഷനുമായിട്ടാണ്. നമ്മുടെ DC മെഷീൻസ് ബേസ് ചെയ്തിട്ട് ഉള്ളൊരു MCQ ഡിസ്കഷനാണ്. സോ കുറച്ച് പേർക്ക് ഈ ടോപ്പിക്ക് അറിയാവുന്നവരുണ്ടാവും. അപ്പോൾ അറിയാവുന്നവർ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് പഠിക്കുക, അറിയാത്ത കുട്ടികൾ ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഇതിൽ ഏത് പാർട്ട് ഓഫ് DC മെഷീനാണ് നമുക്ക് മെക്കാനിക്കൽ സപ്പോർട്ടും മാഗ്നറ്റിക് പാത്തും പ്രൊവൈഡ് ചെയ്യുന്നത്? ഏതാണ്? അതായത് അവർ പറഞ്ഞിരിക്കുന്നത് ഇതിൽ നമ്മൾ പഠിച്ച ടോപ്പിക്കിനോടൊപ്പം ആഡപ്പായിട്ട് കുറച്ചധികം കാര്യങ്ങളും ഉണ്ടായിരിക്കും. എക്സാമിന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ആഡഡ് ക്വസ്റ്റ്യൻസ് കൂട്ടിയിട്ടുണ്ട്. സോ അത് നമുക്ക് ടോപ്പിക്കിൽ എന്തൊക്കെയാണ് വരുന്നത് ആഡായിട്ടുള്ളത് ഞാനത് ഡിസ്കസ് ചെയ്ത് തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ ഏത് പാർട്ട് ഓഫ് DC മെഷീനാണെന്നാണ് ചോദ്യം. മെക്കാനിക്കൽ സപ്പോർട്ടും മാഗ്നറ്റിക് പാത്തും നമുക്ക് നൽകുന്നത് ആരാണ്? അത്രയേ ഉള്ളൂ. അതായത് നമുക്ക് എപ്പോഴും മെക്കാനിക്കൽ സപ്പോർട്ടെന്ന് കാണുമ്പോഴേ ഓർത്തോളുക യോക്കാണ്, ആ പുറത്തെ ഭാഗം. ഇങ്ങനെ ഒരു DC മെഷീൻ്റെ ഔട്ടർ കവറിങ്ങിലുള്ള ആ പുറം ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, യോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ യോക്കാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു മെക്കാനിക്കൽ സപ്പോർട്ട്, നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു പ്രൊട്ടക്ഷൻ നൽകുന്നത് യോക്കായിരിക്കും. യോക്ക് ഫോംസ് ദ ഔട്ടർ ഫ്രെയിം ഓഫ് ദ മെഷീൻ ആൻഡ് പ്രൊവൈഡ്സ് എ ലോ റിലക്റ്റൻറ്റ് പാത്ത് ഫോർ ദ മാഗ്നറ്റിക് ഫ്ലക്സ്. മാത്രമല്ല ഇതുവഴി പോകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ഏറ്റവും കുറഞ്ഞ ഒരു ലോ റിലക്റ്റൻസ് എന്ന് പറയുന്നതും ഓഫർ ചെയ്യണം, അല്ലേ? എന്നാൽ മാത്രമേ നല്ല രീതിക്ക് അതുവഴി ഫ്ലക്സ് പാസ് ചെയ്തും പോവുള്ളൂ. സോ അതിനും വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ആളായിരിക്കും യോക്ക് എന്ന് പറയുന്നത്. യോക്ക് സിംപ്ലി ക്ലാസ് എടുത്തപ്പോൾ യോക്കിനെ പറ്റി പറഞ്ഞതാണ്. ജസ്റ്റ് എന്താണ്, ഔട്ടർ പോർഷനാണ്, അല്ലേ? ഔട്ടർ പോർഷനാണ്. അകത്ത് ആർമേച്ചർ ഉണ്ടായിരിക്കും, അതുപോലെ എന്തുണ്ടായിരിക്കും, പോളുകളുണ്ടായിരിക്കും. പോളുകളിൽ വൈൻഡിങ് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടായിരിക്കും ഓരോ ഇതിലും. ആ വൈൻഡിങ്ങിൽ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യും? കറണ്ട് കൊടുക്കും, അല്ലേ? കറണ്ട് കൊടുക്കുമ്പോൾ അതിന് ചുറ്റും എന്തുണ്ടാവും? ഫ്ലക്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു, ഫൈ. ആൻഡ് ആഫ്റ്റർ ആർമേച്ചർ ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പോൾ ആ ഫ്ലക്സ് റൊട്ടേറ്റ് ചെയ്ത് ഫൈനലി എന്തുണ്ടാവും എന്നും പറഞ്ഞു? EMF ഉണ്ടാവും എന്നും പറഞ്ഞു. സോ അതിൽ പുറം ഭാഗത്തെ പറ്റിയാണ് പറയുന്നത്. ആരാണ്? യോക്ക്. ഓക്കെ. ദി ഫങ്ഷൻ ഓഫ് പോൾ ഷൂസ് ഇൻ എ DC മെഷീൻ ഈസ് ടു. എന്താണ് ഒരു DC മെഷീൻ്റെ പോൾ ഷൂവിൻ്റെ ഫങ്ഷൻ എന്നാണ് ചോദ്യം. അപ്പോൾ പോൾ ഷൂ എന്ന് പറയുന്നത് ഒരു പോർഷൻ, ഒരു ചെറിയൊരു പോർഷനാണ്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ താഴത്തെ ഈ പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോൾ ഷൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ പോർഷൻ നോക്കിയാൽ തന്നെ അറിയാം, ആ പോർഷൻ കുറച്ച് ഇങ്ങനെ കർവ് ചെയ്ത് കുറച്ച് സ്പ്രെഡ് ചെയ്യുന്ന ഒരു രീതി ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ? വളച്ച്. സോ ഇതിൻ്റെ മെയിൻ ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആ മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതിൽ നമുക്ക് ഫീൽഡ് വൈൻഡിങ്ങുകൾ കൊടുത്തിട്ട് ഇവിടെയാണ് ഞാൻ കറണ്ട് കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ കറണ്ട് ഈ വൈൻഡിങ് കൂടെ പോകുമ്പോഴാണ് ഫ്ലക്സ് ഉണ്ടാകുന്നത്. ഈ ഫ്ലക്സിന് നല്ല രീതിക്ക് സ്പ്രെഡ് ചെയ്യാൻ, യൂണിഫോമായിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു പോർഷനാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഏരിയ, ഇങ്ങനെ ചരിച്ച് കൊടുത്തിരിക്കുന്ന ഈ ഭാഗം നമുക്ക് തരുന്നത്. ഓക്കെ. സോ പോൾ ഷൂ ഇൻക്രീസസ് ദ ഏരിയ ഓഫ് ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റെഡ്യൂസ് ദ റിലക്റ്റൻസ്. അത് മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നതിനോടുകൂടി നമുക്ക് എന്ത് പറ്റും? റിലക്റ്റൻസ് കുറയ്ക്കാനും പറ്റും. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് പോലെയാണ്. റെസിസ്റ്റൻസ് എന്താ കുറയ്ക്കുന്നത്? കറണ്ട് കുറയ്ക്കും. അതുപോലെ റിലക്റ്റൻസ് എന്താ കുറയ്ക്കുന്നത്? റിലക്റ്റൻസ് ആണ് നമ്മുടെ ഫ്ലക്സ് ആണ് റിലക്റ്റൻസ് കുറയ്ക്കുന്നത്. റിലക്റ്റൻസ് എന്ത് ഡിഗ്രി കുറയ്ക്കുന്നത്? റിലക്റ്റൻസ് ഫ്ലക്സ് ഡിക്രീസ് ചെയ്യും. ഓക്കെ. അപ്പോൾ അതാണ് നോക്കേണ്ടത്. റിലക്റ്റൻസ് എന്താണെന്ന് അറിയാത്തവരടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഫ്ലക്സ് കുറയ്ക്കുന്ന ആളാണ്. സോ ഇത് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ഈ പോർഷനാണ്, ഈ പോൾ ഷൂ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഒരു ആർമേച്ചർ കോർ ഓഫ് DC മെഷീൻ നമ്മൾ ലാമിനേറ്റ് ചെയ്താണ് വെക്കുന്നത്. എന്തിനാണ് ലാമിനേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്ക് എഡ്ഡി കറണ്ട് എന്ന് പറയുന്ന ഒരു കറണ്ട് ഉണ്ടാവും. അപ്പോൾ ഈ എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത് ഒട്ടും നല്ലതല്ല. അത് കംപ്ലീറ്റ് ആയിട്ടും സർക്കുലേറ്റിംഗ് കറണ്ട് ആണല്ലേ. ആ കറണ്ട് നമുക്ക് അഡ്വാൻറ്റേജസ് അല്ല, ഡിസഡ്വാൻറ്റേജസ് ആണ് തരുന്നത്. EMF കുറയ്ക്കാനുള്ള കാരണമാവുന്ന ആളാണ്. സോ നമുക്ക് എഡ്ഡി കറണ്ട് എലിമിനേറ്റ് ചെയ്ത് കളയണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യും? ലാമിനേഷൻസ്. നമ്മൾ ഷീറ്റ് ഉപയോഗിച്ച് ഒരു ഇൻസുലേഷൻ പോലെ ഇങ്ങനെ ലാമിനേഷൻസ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കും. അപ്പോൾ ഇതുവഴി എന്ത് ചെയ്യും? ഈ എഡ്ഡി കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന എഡ്ഡി കറണ്ടിന് ആ ഒരു ഫ്ലോ കുറയുകയും അതുവഴി നമുക്കതിനെ
ഒഴിവാക്കാനും പറ്റും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ദിസ് ലാമിനേഷൻ ബ്രേക്ക് ദ പാത്ത് ഓഫ് സർക്കുലേറ്റിംഗ് കറണ്ട് ആൻഡ് മിനിമൈസ് ദ എഡി കറണ്ട് ലോസ്. അപ്പോൾ ആ ഒരു സർക്കുലേറ്റിംഗ് കറണ്ടിൻ്റെ ആ ഒരു പാത്തിനെ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്ത് മാറ്റുകയും എഡി കറണ്ട് ലോസ് കുറയ്ക്കുകയും ചെയ്യും. ഓക്കെ, ഇനി മറ്റൊരു പോയിന്റ്, എന്തിനാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നത്? മെയിൻലി നമ്മൾ കമ്പ്യൂട്ടർ സെഗ്മെൻറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ സിനെ എന്താക്കി മാറ്റാനാണ്, ഡി സി ആക്കി മാറ്റാനാണ് അല്ലേ. അപ്പോൾ ഈ കമ്പ്യൂട്ടർ സെഗ്മെൻറ്റ് എന്ത് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ കോപ്പർ വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സോ അങ്ങനെ പഠിക്കാൻ എളുപ്പമാണ്. കമ്മ്യൂട്ടേറ്ററിൻ്റെ സി ഓർത്താൽ മതി, കോപ്പറിനും സി തന്നെയാണ് അല്ലേ. അപ്പം കുറേ വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും. ഇപ്പോൾ ഒരെണ്ണം പഠിക്കുമ്പോൾ ഡൗട്ട് വരില്ല. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കോഡ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. അപ്പോൾ സി ഓർത്ത് വെച്ചാൽ കോപ്പർ, അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, സോ കോപ്പർ സെഗ്മെൻറ്റ് ആർ ഇൻസുലേറ്റഡ് ബൈ മൈക്ക ആൻഡ് ആക്ടേഴ്സ് എ മെക്കാനിക്കൽ റെക്ടിഫയേഴ്സ്. ഒരു റെക്ടിഫയർ ആയിട്ട്, റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എ സി ഡി സി കൺവെർട്ടേഴ്സ് ആണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഡി സി മെഷീനിൽ നമ്മൾ ബ്രഷുകൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആർ യൂഷ്വലി മെയ്ഡ് ഓഫ്, എന്ത് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ്. എന്ത് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാർബൺ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡി സി മെഷീൻസിൽ യൂസ് ചെയ്യുന്ന ബ്രഷിന് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കാർബൺ ആണ്. സോ കാർബൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ടും കമ്മ്യൂട്ടേഷൻ പ്രോബ്ലംസും അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് കാർബൺ ഉപയോഗിച്ചാൽ പറ്റും. ഓക്കെ, നമ്മൾ അതിനാണ് കാർബൺ ഉപയോഗിക്കുന്നത്. ഓക്കെ, കാർബൺ ആണ് ബ്രഷസിന് യൂസ് ചെയ്യുന്നത്. ഇനി മറ്റൊരു ചോദ്യം, ഒരു സ്പീഡ് ഓഫ് ഡി സി ജനറേറ്റർ എന്ന് പറയുന്നത് ഡബിൾ ആക്കിയാൽ അവിടെ ഉണ്ടാകുന്ന ഇ എം എഫിന് എന്ത് മാറ്റമാണ് വരുന്നത്? സോ ഇ എം എഫിന് നമുക്ക് പഠിക്കാനുള്ളൊരു ഇക്വേഷനാണ് 5Zn/P/16 × A എന്ന് പറയുന്ന ഒരു മെയിൻ ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഇതാണ് ഇ എം എഫിൻ്റെ ഇക്വേഷൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഇവിടെ അവരെന്ത് ചെയ്തു, സ്പീഡ്, അതിന് മുന്നേ നോക്കിക്കേ, ഇയും എന്നും തമ്മിൽ ഇവിടെ റിലേഷൻ വരുന്നത് ഡയറക്റ്റ്ലി പ്രപ്പോർഷനിലാണ്. അതായത് എൻ എത്ര മാറുന്നോ അതത്ര തന്നെ ഇയും മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ അവരെന്ത് ചെയ്തിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ എന്ന് വെച്ചാൽ സ്പീഡാണല്ലേ, ഈ സ്പീഡ് എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്, ഡബിൾ ആയി എന്നാണ് പറയുന്നത്. സ്പീഡ് ഡബിൾ ആയാൽ അപ്പോൾ ഇ എം എഫ് എന്ത് തന്നെയായിരിക്കും, ഡബിൾ ആവും അല്ലേ. ഇ എം എഫും ഡബിൾ ആവുകയാണ് ചെയ്യുന്നത്. ബൈ ദ ഇക്വേഷൻ ഡയറക്റ്റ് പ്രപ്പോർഷനാലിറ്റിയാണ്. സോ എന്ത് ചെയ്യും, ഡബിൾ ആവുകയാണ് ചെയ്യുന്നത്. ദിസ് മീൻസ് ജനറേറ്റ് ഇ എം എഫ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്പീഡിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെന്ന് പറയാം. ബാക്ക് ഇ എം എഫ് ഇൻ എ ഡി സി മോട്ടർ ആക്ട്സ് അക്കോർഡിംഗ് ടു, ഈ ഡി സി മോട്ടറിൽ ബാക്ക് ഇ എം എഫ് ഉണ്ടാവും. അപ്പോൾ ആ ബാക്ക് ഇ എം എഫ് ആക്ട് ചെയ്യുന്നത് ലെൻസസ് ലോ വെച്ചിട്ടാണ് കേട്ടോ. അതായത് മോട്ടർ റൊട്ടേറ്റ് ചെയ്യുവാണ്. അപ്പോൾ കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പം അവിടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തു. എന്നിട്ട് എന്ത് പറ്റുന്നുണ്ട്, ഈ ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫ് നമ്മളെ സപ്ലൈ വോൾട്ടേജിനെ എന്ത് ചെയ്യും, ഒപ്പോസ് ചെയ്യും. ഇ എം എഫ് എന്ത് ചെയ്യും, സപ്ലൈ വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ ഒപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഒപ്പോസസ് ദ കോസ് പ്രൊഡ്യൂസിങ് ഇറ്റ്. അതായത് ഇ എം എഫ്, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ആ കാരണമായ ആളെ തന്നെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ദെയർഫോർ ബാക്ക് ഇ എം എഫ് ഒപ്പോസസ് ദി എന്താണ്, അപ്ലൈഡ് വോൾട്ടേജ്. ചുരുക്കി പറഞ്ഞാൽ ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്ന ആൾ സപ്ലൈ വോൾട്ടേജിനെ തന്നെ ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ഒരു ഇ എം എഫ് ഉണ്ടായി, ആ ഇ എം എഫ് സപ്ലൈ വോൾട്ടേജിനെ തന്നെ ഒപ്പോസ് ചെയ്തു. അപ്പോൾ ലെൻസസ് ലോ അനുസരിച്ചിട്ട് അതും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇൻഡ്യൂസ് ഇ എം എഫ് എന്തിന് കാരണക്കാരനായി, ആ ഇ എം എഫ് ഉണ്ടാവാൻ ആരാണോ കാരണം അതിനെ തന്നെ ഒപ്പോസ് ചെയ്തു എന്നാണ് ലെൻസസ് ലോ പറയുന്നത്. ഇവിടെ അത് തന്നെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. ബാക്ക് ഇ എം എഫ് തന്നെ അവിടെ ഉണ്ടായ സപ്ലൈ വോൾട്ടേജിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒപ്പോസ് ചെയ്യുന്നുണ്ട്. സോ ഇത് പറയുന്നത് ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്നത് അപ്പോൾ ലെൻസസ് ലോയിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഇനി അറ്റ് ദി ഇൻസ്റ്റൻറ്റ് ഓഫ് സ്റ്റാർട്ടിങ് എ ഡി സി മോട്ടർ ബാക്ക് ഇ എം എഫ് എത്രയായിരിക്കണം? അതായത് ഒരു ഡി സി മോട്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ബാക്ക് ഇ എം എഫ് എന്തായിരിക്കും? ഓർക്കുക, ബാക്ക് ഇ എം എഫ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഓൺലി, എപ്പോൾ മാത്രമേ ബാക്ക് ഇ എം എഫ് ഉണ്ടാവുള്ളൂ, ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ ബാക്ക് ഇ എം എഫ് ഉണ്ടാവൂ. അപ്പോൾ ആ ചോദ്യം മനസ്സിലായല്ലോ. ഒരു ഡി സി മോട്ടർ ഓൺ ആക്കിയാൽ ബാക്ക് ഇ എം എഫ് ഉണ്ടാവില്ല. ബാക്ക് ഇ എം എഫ് ഉണ്ടാവണമെങ്കിൽ റൊട്ടേഷനെങ്കിലും നടക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്, ബാക്ക് ഇ എം എഫ് ഉണ്ടായത് 0 അല്ലേ, വാല്യൂ 0 ആയിരിക്കും. ബിക്കോസ് ബാക്ക് ഇ എം ഈസ് പ്രൊഡ്യൂസ്ഡ് ഓൺലി വെൻ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 0 ആയിരിക്കും അതിൻ്റെ സ്പീഡ് അല്ലേ.
അപ്പോൾ റൊട്ടേഷനും പൂജ്യമായിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ബാക്ക് ഇ എം എഫും എന്ത് തന്നെയായിരിക്കും? പൂജ്യമായിരിക്കും. ദാറ്റ് ഇസ് വൈ മോട്ടർ ഡ്രോസ് എ ലാർജ് സ്റ്റാർട്ടിങ് കറണ്ട്. അപ്പോൾ അത് കാരണം മോട്ടർ സ്റ്റാർട്ടിങ്ങിൽ ഒത്തിരി, കാരണം ഒപ്പോസ് ചെയ്യാൻ ആരുമില്ല. ഇ എം എഫ് വന്നാൽ ഈ ഇ എം എഫ് എന്ത് ചെയ്തോളും? അതിൻ്റെ കാരണക്കാരനായവനെ ഒപ്പോസ് ചെയ്തോളുമായിരുന്നു. അപ്പം ഇ എം എഫ് ഇല്ല ഇപ്പോൾ ഇവിടെ. അപ്പോൾ കറണ്ട് എന്ത് ചെയ്യും? ഒത്തിരി കൂടും. അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ ഡേഞ്ചറസ്ലി ഹൈ വാല്യൂ ആവും. മനസ്സിലായോ? വലിയ വാല്യൂ ആവും. നോ റൊട്ടേഷൻ, നോ ബാക്ക് ഇ എം എഫ്. സോ അത് കാരണം സ്റ്റാർട്ടിങ് കറണ്ട് എക്സസ് ആയിട്ട് വരുമെന്ന് ഓർക്കുക. ഈ നമ്മൾ ഡി സി മോട്ടറിൽ സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്റ്റാർട്ടേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാർട്ടിങ് കറണ്ട്, ആദ്യം വരുന്ന കറണ്ട് വളരെ ഡേഞ്ചറസ് ആണ്. ആ ഇൻഷ്യൻ്റ് കറണ്ട് നമുക്ക് നല്ലതല്ല. അപ്പം അതിനെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുന്നത്. സോ അത് സ്റ്റാർട്ടിങ്ങിൽ സംഭവിക്കുന്നത് ബാക്ക് ഇ എം എഫിൻ്റെ വില പൂജ്യമായിരിക്കും. അപ്പം കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? V/RA ആണ്. അപ്പോൾ എന്ത് പറ്റും? ആർമേച്ചർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുഞ്ഞു വാല്യൂ ആയിരിക്കും. അന്നേരം എന്ത് സംഭവിക്കും? കറണ്ടിൻ്റെ വില എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു വിലയാകും. മനസ്സിലായോ? അപ്പോൾ സ്റ്റാർട്ടർ എന്ത് ചെയ്യും? ആ റെസിസ്റ്റൻസിനെ ആഡ് ചെയ്തിട്ട് ആ കറണ്ടിനെ കുറയ്ക്കാൻ നോക്കും. അപ്പം ബാക്ക് ഇ എം എഫ് പൂജ്യം ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കറണ്ടിൻ്റെ വാല്യൂ ഒത്തിരി ഹൈ ആകുമെന്ന്. അപ്പോൾ ആ ഹൈ വാല്യൂ ആവാൻ പാടില്ല. ആ ഹൈ വാല്യൂ ഡേഞ്ചറസ് ആണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി, ലിമിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? സ്റ്റാർട്ടറുകളെ യൂസ് ചെയ്യും. സ്റ്റാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് റെസിസ്റ്റൻസ് ആഡ് ചെയ്യുന്നവരെയാണ് സ്റ്റാർട്ടേഴ്സ് എന്ന് വിളിക്കുക. സോ സ്റ്റാർട്ടേഴ്സ്, സ്റ്റാർട്ടിംഗ് കറണ്ട് ലിമിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത് സ്റ്റാർട്ടേഴ്സിനെയാണ്. ഓക്കെ. ഇനി വിച്ച് ഡി സി മോട്ടർ ഹാസ് ദി ഹയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടോർക്ക്? നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് പലതരത്തിലുള്ള എന്തുണ്ട്? മോട്ടേഴ്സ് ഉണ്ട്. അതിലൊരെണ്ണമാണ് സീരീസ് മോട്ടർ, ഷണ്ട് മോട്ടർ, കോമ്പൗണ്ട് മോട്ടർ എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഏറ്റവും സ്റ്റാർട്ടിംഗ് കറണ്ട് ഏറ്റവും കൂടുതലുള്ള ആൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെ പറയാൻ പറ്റും? ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ട് ഏറ്റവും കൂടുതലുള്ളത് സീരീസ് മോട്ടറിനായിരിക്കും കേട്ടോ. സീരീസ് മോട്ടറിനാണ്. ഫോർ ഡി സി സീരീസ് മോട്ടറിനാണെങ്കിൽ ടോർക്ക് എന്ന് പറയുന്നത് കറണ്ട് അതിൻ്റെ സ്ക്വയർ ആയിരിക്കും. അപ്പം 5 ഉണ്ടാവുകയാണെങ്കിൽ ടോർക്ക് 25 കിട്ടും. അപ്പോൾ ഡി സി സീരീസിലാണ് ടോർക്ക് ഏറ്റവും വലിയ വാല്യൂ കാണിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ആർമേച്ചർ കറണ്ട് വളരെ വലുതായിരിക്കും. സോ സ്റ്റാർട്ടിംഗ് ടോർക്കും എന്ത് തന്നെയായിരിക്കും? ഹൈ വാല്യൂ ആയിരിക്കും. ദിസ് ഈസ് വൈ ദ സീരീസ് മോട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രെയിന്, അതുപോലെ ഹോയിസ്റ്റ്, ഇലക്ട്രിക് ട്രാക്ഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇയാളായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡി സി സീരീസ് മോട്ടർ നമ്മൾ ഒരിക്കലും ലോഡ് അല്ലാതെ വർക്ക് ചെയ്യിപ്പിക്കരുതെന്ന് പറയും. ബിക്കോസ് എന്താണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒരു ഹൈ വാല്യൂവിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. ആക്ച്വലി ഒരു സീരീസ് മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫീൽഡ് കറണ്ട് എന്ന് പറയുന്നത് ആർമേച്ചർ കറണ്ടിന് തുല്യമായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ടിൻ്റെ വില എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ലോഡില്ലല്ലോ. സീരീസ് ആകുമ്പം നമ്മൾ ലോഡിന് തന്നെ ഒഴിവാക്കി. ലോഡില്ല എന്നുള്ള അവസ്ഥ വരുമ്പം അവിടുത്തെ കറണ്ടും കുറയും. കറണ്ട് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? കറണ്ടിനനുസരിച്ചിട്ടാണ് ഫ്ലക്സ് ഉണ്ടാകുന്നത് അല്ലേ? അപ്പം അവിടുത്തെ ഫ്ലക്സും കുറയും. ഫ്ലക്സ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്ലക്സ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ N എന്ന് പറയുന്നത് 1/ഫ്ലക്സ് ആണ് അല്ലേ? അപ്പോൾ ഫ്ലക്സിൻ്റെ വാല്യൂ കുറഞ്ഞാൽ സ്പീഡിൻ്റെ വാല്യൂ കൂടും. സോ സ്പീഡ് എന്ത് ചെയ്യും? ഒരു ഡേഞ്ചറസ് വാല്യൂയിലോട്ട് പോകും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ലോഡ് നമ്മൾ മാറ്റി. ലോഡ് മാറ്റുമ്പം അതിനനുസരിച്ച് കറണ്ടിൻ്റെ വിലയും കുറയും. കറണ്ടിൻ്റെ വില കുറയുമ്പോൾ സ്പീഡിൻ്റെ വാല്യൂ ഡേഞ്ചറസ്ലി ഹൈ ആയിട്ട് വരും. സോ ദിസ് മേ ഡാമേജ് ദ മോട്ടറിനെ നശിപ്പിക്കും. സോ സീരീസ് മോട്ടർ പ്ലസ് നോ ലോഡ് ഇസ് ഈക്വൽ ടു ഡേഞ്ചറസ് ഹൈ സ്പീഡ്. ഒക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എന്താണെന്നുള്ളത് അറിയാത്തവർ ആ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. അതായത് സീരീസ് മോട്ടറിൽ നമ്മുടെ കണക്ഷൻ വരുന്നത് എങ്ങനെയാണ്? സീരീസ് ആയിട്ടായിരിക്കും അല്ലേ? അതായത് എങ്ങനെയാണ്? അതായത് നമ്മുടെ ഫീൽഡ് എങ്ങനെ കൊടുത്തിരിക്കുന്നത്? സീരീസ് ആയിട്ടായിരിക്കും ഫീൽഡ് കൊടുത്തിരിക്കുന്നത്. സീരീസ് ടു ഫീൽഡ് ടു ദ ലോഡ് ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ലോഡ് നമ്മൾ മാറ്റിയപ്പോൾ കറണ്ട് എന്ത് ചെയ്യുന്നില്ല? അതുവഴി പാസ് ചെയ്ത് പോകുന്നില്ല. ലോഡ് ഒഴിവാക്കി. കറണ്ടിൻ്റെ വാല്യൂ അപ്പോൾ എന്ത് ചെയ്തു? കുറഞ്ഞു. കറണ്ട് കുറയുന്നതിനനുസരിച്ചിട്ട് സ്പീഡ് ഇൻവേഴ്സ് റിലേഷൻ ആയതുകൊണ്ട് അതിനെ ഇരട്ടി കൂടി. മനസ്സിലായോ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ. അടുത്തത് വിച്ച് ഡി സി മോട്ടർ ഹാസ് നിയർലി കോൺസ്റ്റൻറ്റ് സ്പീഡ്? ഏകദേശം കോൺസ്റ്റൻറ്റ് സ്പീഡുള്ളത് ആർക്കാണെന്നാണ്. ഏകദേശം കോൺസ്റ്റൻറ്റ് സ്പീഡുള്ള ആർക്കാണെന്ന് ചോദിച്ചാൽ
അത് ഷണ്ട് മോട്ടറിനാണ്. ഷണ്ട് മോട്ടറിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഫീൽഡ് വൈൻഡിങ് നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യുന്നത് സപ്ലൈക്ക് എക്രോസ് ആയിട്ടായിരിക്കും. സോ ഫ്ലക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ തന്നെയായിരിക്കും ഫ്ലക്സ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഫീൽഡ് വൈൻഡിങ് എപ്പോഴും സപ്ലൈക്ക് എക്രോസ് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലക്സ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെയായിരിക്കും തന്നുകൊണ്ടിരിക്കുന്നത്. ഫ്ലക്സിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സ്പീഡ് ഒരു നിയർലി കോൺസ്റ്റൻറ്റ് വാല്യൂ തന്നെ തരും. അതായത് ലോഡ് ചേഞ്ച് വന്നാലും ഏകദേശം ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ തന്നെ തരും. സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വന്നിട്ട് ലെയ്ത്ത് മെഷീനുകളിൽ, ഫാൻസിൽ, ബ്ലോവേഴ്സിലൊക്കെ യൂസ് ചെയ്യും. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ആർമേച്ചർ കോർ നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആർമേച്ചർ കോർ നമ്മൾ എന്തിന് ലാമിനേറ്റ് ചെയ്യുന്നു? ലാമിനേഷൻ വരുമ്പോഴേ അത് എഡി കറന്റ് ലോസ് ആണെന്ന് ഓർക്കുക. സോ എ സോളിഡ് അയൺ കോർ ഓൾവേസ് ലാർജ് എഡി കറന്റ് സർക്കുലേറ്റ് ചെയ്യും. സോ ലാമിനേഷൻ ബ്രേക്ക് ദ പാത്ത് ഓഫ് ദി എഡി കറന്റ്. ആ പാത്തിനെ ആര് ഡിസ്റ്റർബ് ചെയ്തോളും? ലാമിനേഷൻ മാറ്റിക്കോളും. സോ അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യും? റിസൾട്ടായിട്ട് നമുക്ക് ഹീറ്റിംഗ് കുറയ്ക്കാൻ പറ്റും, പവർ ലോസ് കുറയ്ക്കാൻ പറ്റും, അതുവഴി എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ആൻഡ് കുറച്ചും കൂടി ലെവൽ ടഫായിട്ട് വരാനാണ് സാധ്യത. നമുക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഈ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ്. സോ അതിന് നല്ലൊരു ടീം തന്നെ നമ്മളെ ഗൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ ക്ലാസ്സസിൽ ലൈവ് പ്ലസ് റെക്കോർഡിംഗ് ആയിരിക്കും ക്ലാസ്സസ് വരുന്നത്. അതുപോലെ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും അതായത് മെൻറ്ററിങ് സപ്പോർട്ട് അത് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ, അതായത് ലോട്ട് ഓഫ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി ഫീച്ചേഴ്സ് ഏണസ്റ്റ് അക്കാഡമി കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ക്ലാസ്സസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ കോൺടാക്റ്റ് നമ്പർ പാസ് ചെയ്ത് പോകുന്നതിൽ വിളിച്ച് ചോദിക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഈ എക്സാമിനെ ബേസ് ചെയ്തിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുവാണ്. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു സോ മച്ച്.